بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد قال النبي صلى الله عليه وسلم اتقوا اللاعنين قالوا وما اللاعنان يا رسول الله قال الذي يتخطى في طريق الناس أو في ظلهم ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ശാപമേൽക്കുന്ന രണ്ട് കാര്യങ്ങളെ നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കണം. അന്നേരം സ്വഹാബത്ത് ചോദിച്ചു, ഏതാണ് നബിയെ ആ രണ്ട് കാര്യങ്ങൾ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജനങ്ങൾ നടന്നു പോകുന്ന വഴിയിലും അവർ വിശ്രമിക്കുന്ന തണലോര പ്രദേശങ്ങളിലും മലിനം കൊണ്ടിടുന്നവരും വിസർജനം നടത്തുന്നവരും, ഇതൊക്കെയാണ് ശാപമേൽക്കുന്ന കാര്യങ്ങൾ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഓരോ വിഷയങ്ങളും നമ്മൾ പ്രത്യേകം സൂക്ഷിക്കേണ്ടതാണ്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്. നടന്നു പോകുന്നവർക്ക് തടസ്സമാകുന്ന, അവർക്ക് പ്രയാസമാകുന്ന രൂപത്തിൽ അവിടെ മലമൂത്ര വിസർജനം നടത്തുന്നതും വേസ്റ്റുകൾ കൊണ്ടിടുന്നതും അള്ളാഹുവിന്റെ ശാപത്തിന് കാരണമാണ്. ജനങ്ങൾ വിശ്രമിക്കുന്ന സ്ഥലങ്ങൾ, അവർക്കിടയിലുള്ള സൗഹൃദങ്ങൾ പരസ്പരം പങ്കുവെക്കുന്ന തണലോര പ്രദേശങ്ങളും, അതുപോലെ തന്നെ മരത്തിന്റെ താഴ്ഭാഗങ്ങളും, അതുപോലെ തന്നെ ചെറിയ ടെന്റുകൾ കെട്ടിയിട്ട് ഹൈമകൾ ഉണ്ടാക്കിയിട്ട് അവിടെ ഇരുന്നു കൊണ്ട് സൗഹൃദം പറയുന്നവരും അവിടെ കൊണ്ടുപോയിട്ട് മലമൂത്ര വിസർജനം നടത്തുന്നതും വേസ്റ്റുകൾ കൊണ്ടിടുന്നതും അവർക്ക് പ്രയാസമാണ്. ഇത് അള്ളാഹുവിന്റെ ശാപത്തിന് കാരണമാണ്. പലപ്പോഴും നമ്മൾ നടന്നു പോകുമ്പോൾ ഏതെങ്കിലും സ്ഥലങ്ങൾക്ക് മതിൽ കെട്ടിയിട്ട് ആ മതിലിന്റെ പുറത്ത്, അതല്ലെങ്കിൽ വൃക്ഷത്തിന്റെ തടികളിലൊക്കെ ചെറിയ പോസ്റ്റുകൾ കാണാൻ പറ്റും, എഴുത്തുകൾ, ഇവിടെ വേസ്റ്റുകൾ കൊണ്ടിടാൻ പാടില്ല എന്നും അതോടൊപ്പം തന്നെ നിങ്ങൾ CCTV ക്യാമറയുടെ നിരീക്ഷണത്തിലാണെന്നും. അത് ജനങ്ങൾ വേസ്റ്റുകൾ കൊണ്ടിടുന്ന ആളുകളെ നിരീക്ഷിക്കാൻ വേണ്ടി ചെയ്തതാണെങ്കിൽ അള്ളാഹുവിന്റെ പ്രത്യേകം നിരീക്ഷണം ഉണ്ടാകും. നിങ്ങളത് സൂക്ഷിക്കണം എന്നതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് ഈ രൂപത്തിൽ ഉപദേശിക്കുന്നത്. നോക്കൂ, റസൂലുള്ളാഹിനോട് ഒരാൾ വന്ന് ചോദിക്കുന്നു, ഇസ്ലാമിൽ ഏറ്റവും ഖൈറായ കാര്യം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒന്ന് ഇത്ആമു ത്വആം, ഭക്ഷണം കൊടുക്കുക, വലിയ കൂലിയുള്ള കാര്യമാണ്. മറ്റൊന്ന് ഇയാദത്തുൽ മരിയം, രോഗിയെ സന്ദർശിക്കുക. മറ്റൊന്ന് വഴിയിലെ തടസ്സം നീക്കി കൊടുക്കുക. നടന്നു പോകുന്നവനിക്കും വാഹനത്തിൽ യാത്ര ചെയ്യുന്നവനും റോട്ടിൽ അതല്ലെങ്കിൽ വഴിയിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അത് നീക്കിക്കൊടുത്താൽ ഇസ്ലാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുഹൃതമായിട്ട് അതിനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് തടസ്സമുണ്ടാക്കേണ്ടവരല്ല, മറ്റുള്ളവരുടെ ഇരിപ്പിടത്തിൽ പ്രയാസം ഉണ്ടാക്കേണ്ടവരല്ല, അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കേണ്ടവരാണ്. അവരാണ് മുസ്ലിമീങ്ങൾ, അങ്ങനെയുള്ളവരാണ് മുഅ്മിനീങ്ങൾ. അതുകൊണ്ട് ഒരാൾക്കും നമ്മൾ കൊണ്ട് ബുദ്ധിമുട്ടാവരുത്. നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റ് വെള്ളങ്ങളൊന്നും ഒരിക്കലും അപ്പുറത്തെ പറമ്പിലേക്ക് പോയിട്ട് അവർക്ക് ബുദ്ധിമുട്ടാവരുത്. നമ്മുടെ സെപ്റ്റിക് ടാങ്കി നിറഞ്ഞു പോയിട്ട് അതിലുള്ള വേസ്റ്റ് വെള്ളങ്ങൾ ജനങ്ങൾ നടന്നു പോകുന്ന വഴികളിലോ റോഡുകളിലേക്കോ എത്തിക്കഴിഞ്ഞാൽ അത് അവർക്ക് ബുദ്ധിമുട്ടാകും. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അതിനേക്കാൾ അപ്പുറം അള്ളാഹുവിന്റെ ശാപത്തിനും കാരണമാകും. അതുകൊണ്ട് നമ്മുടെ സ്ഥലത്ത് തന്നെ, നമ്മുടെ സൗകര്യത്തിന് തന്നെ, മറ്റുള്ളവർക്ക് പ്രയാസമാകാത്ത രൂപത്തിൽ നമുക്ക് ആവശ്യമുള്ളതെല്ലാം സൗകര്യപ്പെടുത്തണം. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് കഴിയാനും ശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ ജനങ്ങൾക്കും നമ്മളെ കൊണ്ട് ഉപകാരം മാത്രം നൽകുന്ന രൂപത്തിൽ നമുക്ക് അള്ളാഹു തആല ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ്സും സുഹൃതം ചെയ്യാനുള്ള വിശാലമായ മനസ്സും അള്ളാഹു തആല തരട്ടെ. അസ്സലാമു അലൈക്കും.